സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹന്തവാക്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലെ മറ്റൊരു വിഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. 61 ശ്രീമദ് നാരായണീയം 61ാമത്തെ ദശകം വംശസ്ഥം എന്ന വൃത്തമാണ്. അതിലത്തെ 4 ശ്ലോകം പറഞ്ഞു. ബ്രാഹ്മണ പത്നിമാർ കുട്ടികളെ തീർത്തും അവഗണിച്ചു. ഭക്ഷണം വേണം എന്ന് ചോദിച്ചത് കേട്ടു നടിക്കുക പോലും ചെയ്യാതെ കുട്ടികളെ അവഗണിച്ചത് അവർക്ക് വല്ലാതെ വിഷമം മനസ്സിൽ തോന്നി. കൃഷ്ണനോട് വന്ന് പറഞ്ഞു, കൃഷ്ണ, അങ്ങനെയൊക്കെയാണ്, നല്ല ആൾക്കാരുടെ അടുത്തേക്കാണ് ഞങ്ങളെ പറഞ്ഞയച്ചത്. വന്നു എന്ന് ഒരു ഭാവം പോലും അവർ നടിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിവേദയധ്വം ഗൃഹിണീ ജനായ മാം ദിശേയുരന്നം കരുണാകുലായിമാ ഇതി സ്മിതാദ്രം ഭവതേരിതാഗതാ തേ താരക താരജനം ജയാചിരേ. ഭഗവാന്റെ ഓരോ പ്രവൃത്തികളും ഓരോ അർത്ഥം ഉണ്ടാവും. പിന്നെ ബ്രാഹ്മണരുടെ സ്ത്രീകൾ പത്നിമാരോട് പോയിട്ട് ചോദിക്കാൻ ആദ്യം തന്നെ പറഞ്ഞാൽ പോരെ? ഇപ്പോൾ പോയിട്ട് അവരോട് ചോദിക്കാൻ പറയണു. രണ്ടാമത് ആദ്യം ചോദിച്ച് തിരിച്ചു വരേണ്ട കാര്യം എന്താ? ബ്രാഹ്മണരുടെ സ്വഭാവം ഇന്നതാണ്, എന്നാൽ ബ്രാഹ്മണ പത്നിമാരുടെ സ്വഭാവം വേറൊന്നാണ് എന്നവരെ വേർതിരിച്ച് കാണിച്ചു കൊടുക്കാനാണ്. ഗഹനാശയ എന്ന് വേറൊരു തിരുനാരായണീയത്തിൽ തന്നെ പറയുന്നുണ്ട്. ഭഗവാന്റെ ആശയങ്ങൾ ഗഹനങ്ങളാണ്. കുട്ടികളെ, ഈ ബ്രാഹ്മണ്യം ഇതൊന്നും കണ്ട് നിങ്ങൾ ഭ്രമിക്കണ്ട. ഉള്ളിൽ ഭേദബുദ്ധി പോവാതെയും നന്മ ഇല്ലാണ്ടെയും ബ്രാഹ്മണരാണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് സമുദായം കൊണ്ടാവാം, ബ്രാഹ്മണ്യം കൊണ്ട് അഹങ്കരിക്കാം. സമുദായത്തിൽ ജനിച്ചവർ ഒരു ചുക്കുമില്ല. സമുദായമൊന്നുമല്ല ബ്രാഹ്മണ്യം നിശ്ചയിക്കണം, സ്പഷ്ടമാണ്. ഇനി അല്ലാത്ത ബ്രാഹ്മണ്യം തന്നെ അഹങ്കാരം ഉണ്ടെങ്കിൽ നന്നല്ല, ഒന്നും അഹങ്കാരം ഉണ്ടെങ്കിൽ നന്നല്ല. നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാവരും ഒരുപോലെയാണെന്ന് കാണാൻ കഴിവില്ലാത്ത ഒരാളും ബ്രാഹ്മണനേ അല്ല ശരിക്കും പറയാച്ച്. സമത്വദൃഷ്ടിയാണ് ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ. അതുണ്ടാവണം എന്ന് നമ്മളെ ബോധിപ്പിക്കണു. എന്തോ തന്നെ ആ സമുദായത്തിൽ സൃഷ്ടിച്ചു, ഒരാളെ വേറെ സമുദായത്തിൽ സൃഷ്ടിച്ചു, ഒരാൾ താഴെ ഒരാൾ മീതെ എന്നില്ല എന്ന് കാണാത്ത ബ്രാഹ്മണർ പണ്ടേ ഉണ്ടായിരുന്നു, എന്നുണ്ട് എന്ന് ഒന്ന് കാണിക്കുകയാണ്. എന്താണ് യഥാർത്ഥ ബ്രാഹ്മണ്യം, എന്താണ് യഥാർത്ഥ ഭക്തി, ഭഗവാൻ ഏതിനെയാണ് അംഗീകരിക്കുന്നത്? ഈ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ഭഗവാൻ ഓരോ പ്രാധാന്യവും കൊടുക്കണില്ല എന്ന് തന്നെയാണ് ഭാഗവതവും ഇതിഹാസവും നാരായണീയും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയണു, നിവേദയദ്ധം ഗൃഹിണീ ജനായ മാം. അവരുടെ പത്നിമാരുണ്ട്, അവരോട് ചോദിക്കൂ. അവർക്ക് വലിയ ജ്ഞാനവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഭക്തിയുണ്ട്. അതുകൊണ്ട് എല്ലാവിധ ദോഷങ്ങളും തീരും. ദിശേയുരന്നം കരുണാകുലായ്മ. കരുണാകുലകളായിട്ടുള്ള അവർ ദിശേയു, നിങ്ങൾക്ക് ഭക്ഷണം തരും. അന്നം ദിശേയു, അന്നം ദിശേയു. ഇതി സ്മിതാർദ്രം ഭവതേരിത. ഇപ്രകാരം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ്. അപ്പോൾ കുട്ടികളും ഗോപന്മാരും എന്ത് ചെയ്തു? തേ ധാരക ധാരജനം ഏയാചിരേ. ആ ധാരക പത്നിമാരോട് ധാരജനം യാചിരേ, അന്നം യാചിച്ചു. ഗോപികമാർ ചെന്ന് പത്നിമാരോട് ആവശ്യപ്പെട്ടു. എന്ത് അവിടെ പറഞ്ഞിട്ടില്ല, അന്നം എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് ആ കർമ്മത്തെ അവിടെ പ്രയോഗിച്ചില്ല, സബ്ജക്റ്റും ക്രിയയും മാത്രമേ ഉള്ളൂ. തേ ധാരക ധാരജനം യാചിരേ. ധാരജനം പത്നിമാരോട് യാചിച്ചു. എന്തെന്ന് മേൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അന്നം യാചിച്ചു.
ധാരക തേ ധാരകാധാരജനം യാചിരെ. ഗോപന്മാർ ചേർന്ന് പത്നിമാരോട് ആവശ്യപ്പെട്ടു. ഈ കൃഷ്ണൻ അന്നം എന്ന് കേൾക്കേണ്ട താമസം അവരെന്ത് ചെയ്തു? ഗൃഹീത നാംനി ത്വയി സംഭ്രമാകുല ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യത ചിരം ധൃതത്വപ്രവിലോകന ഗ്രഹ സ്വകേർനിരുദ്ധ അഭിതൂർണമായു. ത്വയി ഗൃഹീത നാമനെ, അങ്ങയുടെ പേര് കൃഷ്ണൻ അന്നം മുഴുവൻ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം മനസ്സിലായി, കൃഷ്ണന് അന്നം സമർപ്പിക്കാനുള്ള സമയം തന്നെയാണ് ഇപ്പോൾ. ചോദിച്ചിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെന്ത് ചെയ്തു? കുറേ കാലമായി ഭഗവാന് സമർപ്പിക്കണം എന്ന് കരുതിയിട്ട് അവസരം കിട്ടാൻ കാത്തിരിക്കുക. പ്രവിലോകന ഗ്രഹ, പ്രവിലോകനം കാണൽ, ഭഗവാനെ ഒരു നോക്ക് കാണാൻ എത്രയോ കാലമായി ആഗ്രഹിച്ച ഭക്തകളാണ് ഈ സ്ത്രീകൾ. എന്ത് ചെയ്തു? താ സംഭ്രമാകുല, കേട്ട് പരിഭ്രമിച്ച് കൃഷ്ണൻ എന്നങ്ങനെ കേട്ടപ്പോൾ അബാധ ചൂടം കൈകാലും പറിച്ച് അവർ ഭഗവാന്റെ അടുത്തേക്ക് വന്നു. എങ്ങനെ വന്നു? ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യ, 4 തരത്തിലുള്ള ഭക്ഷണം കയ്യിൽ വെച്ചിട്ട്. 4 തരത്തിലെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ഭക്ഷ്യം, ഖാദ്യം, പേയം, ലേഹ്യം. ചതുർവിധം. ഒന്ന് ഖാദ്യം, കടിച്ച് മുറിച്ച് കഴിക്കണതാണത്. പേയം, കുടിക്കണത്. ലേഹ്യം, അലിയിക്കണത്, അലിയിച്ച് കഴിക്കണതുണ്ട്. അതായത് പുളിയഞ്ചി, ലേഹ്യം മുതലായിട്ട് നാവിൽ വെച്ച് കഴിക്കണത്, അതിനാണ് എന്ത് പറയുക? ലേഹ്യം. ഖാദ്യം, ഭോജ്യം എന്നും പറയും, ഭക്ഷ്യം, ഖാദ്യം അങ്ങനെയും പറയും. അത് ഭോജ്യം, ഖാദ്യം എന്ന് അങ്ങനെയും പറയാം. പേയം, കുടിക്കണത്. പായസമൊക്കെ രണ്ടിനും പെടുത്താട്ടോ, കുടിക്കണതാവാം. ലേഹ്യം, ഉപ്പിലിട്ടത് മുതലായിട്ടതൊക്കെ ലേഹ്യമാണ്. ഭക്ഷ്യം, ഖാദ്യം, പേയം, ലേഹ്യം. ശോച്യം അങ്ങനെയൊന്നുണ്ട്, വായയിലിട്ട് അലിയിക്കണത്. പലതരത്തിലും പറയും. ആ ഭക്ഷണങ്ങളെല്ലാം കയ്യിലെടുത്ത് ഭഗവാനെ കാണാൻ സംഭ്രമത്തോടുകൂടി അവരെല്ലാം തൂർണമായു വേഗം ഭഗവാന്റെ അടുത്തേക്ക് വന്നു. ഗൃഹീത നാംനി ത്വയി സംഭ്രമാകുലാൻ. ത്വയി ഗൃഹീത നാംനി, അങ്ങയുടെ പേര് കേട്ടപ്പോൾ തന്നെ വിധം ഭോജ്യം പ്രഗൃഹ്യ, 4 പ്രകാരത്തിലുള്ള ഭക്ഷണം എടുത്തിട്ട് അവർ പൂർണ്ണമായും പെട്ടെന്ന് വന്നു. ചിരം ധൃതത്വപ്രവിലോകനാഗ്രഹ, വളരെ കാലമായിട്ട് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള അവർ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയെ കാണാൻ ധൃതിയോടുകൂടി അങ്ങയുടെ അടുത്തേക്ക് വന്നു. ഇനി അവർ കൃഷ്ണനെ കണ്ട രൂപം അങ്ങനെ വർണ്ണിക്കുകയാണ്. ബിലോല പിഞ്ചം ചികുരേ കപോലയോ സമുല്ലസകുണ്ടലമാത്രമീക്ഷിതേ നിദായ ബാഹം സുകൃതം സസീമനി തിദംബവന്തം സമലോകയന്തതാ. പീലി കലയിൽ അണിഞ്ഞ്, ചികുരേ തലമുടി, കപോലയോ കവിൾത്തടത്തിൽ കുണ്ടലം വിളങ്ങുന്നുണ്ട്. കവിൾത്തടങ്ങളിൽ മണികുണ്ടലങ്ങളുടെ, കാതിലണിഞ്ഞ കുണ്ടലങ്ങൾ എവിടെ തട്ടി ശോഭിക്കുക ചോദിച്ചാൽ കവിൾത്തടങ്ങളിൽ. അണിഞ്ഞത് കവിളിലല്ല കേട്ടോ. ചെവിയിലണിഞ്ഞ കുണ്ടലങ്ങളുടെ ആ ഒരു നിഴൽ എപ്പോഴും ഗണ്ഡത്തിലുണ്ട് എന്നാണ് പറയുക, മിനുസം കൊണ്ടേ. സമുല്ലതത് കുണ്ടലമാത്രമീക്ഷിതേ, എന്നിട്ടോ നിദായ ബാഹും സുഹൃതം സസീമനി, തൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരാളുടെ തോളിൽ കൈയും വെച്ചിട്ട്, ഗോപനാണ്, തോളിൽ കൈയും വെച്ചിട്ടാണ് ഭഗവാന്റെ നിൽപ്പ്. അങ്ങനെയുള്ള ഭഗവാനെ അവർ കണ്ടു.
വിലോല പിഞ്ചം ചിഗുരേ കബോലയോ സമുല്ലത കുണ്ടലമാർദ്രമീക്ഷിതേ നിധായ ബാഹും സുഹൃതം സസീമനി. സുഹൃത്തിൻ്റെ തോളിൽ കൈയിട്ട് കൊണ്ട് നിൽക്കുന്ന ഭവന്തം സമലോകയന്ത അങ്ങയെ കണ്ടു. ആ ശ്ലോകമൊക്കെ ഭാഗവതത്തിലും വളരെ നന്നായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കൃഷ്ണനെയാണ് അവർ കണ്ടത്. ശുഭദിന ആശംസകൾ. ബാക്കി അടുത്ത ദിവസം കാണാം.